ഹലോ ഗായ്സ്, ഞാൻ ഇന്ന് എന്റെ വീട്ടിന്റെ പിന്നാലെയുള്ള മരങ്ങളൊക്കെയാണ് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ തുടങ്ങാം. മരങ്ങൾ മാത്രമല്ല, ചെടികളും ഉണ്ട്. ആദ്യം തന്നെ ഞാൻ എന്റെ വീട്ടിലെ തുളസിയാണ് കാണിച്ചു തരുന്നത് കേട്ടോ. തുളസി നല്ല മണമാണ്, തുളസിക്ക് നല്ല മണമാണ് കേട്ടോ ഗായ്സ്. ഇത് തുളസിയാണ്. പിന്നെ ഇതാണ് തെങ്ങ്. നിങ്ങൾ എന്താ ബമ്പന്മാരിനെ പോലെ ഉണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ടാവും, പക്ഷേ ഇതെന്റെ വീട്ടിലെ തെങ്ങാണ് കേട്ടോ. തെങ്ങിന്റെ ഇവിടെ കല്ല് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ കുറെ പുല്ലുകളുണ്ട്, വള്ളികളുണ്ട്. വള്ളി തെങ്ങിൽ പടർന്ന് കയറാറുണ്ട്. പിന്നെ ഗായ്സ്, ഇതാണ് ചൊറിയനില. ഇത് തട്ടിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ചൊറിയാൻ തുടങ്ങും. പിന്നെ ഇതാണ് ഒരു പൂവ്. എന്താണ് ഇതിന്റെ പേരൊന്നും അറിയില്ല. ഇതൊരു പുല്ല് പോലത്തെ പൂവാണ്. പിന്നെ ഇവിടെയും ഉണ്ട് ഒരു തെങ്ങ്, മേലെ കായ്ക്കുന്നുണ്ട്. പിന്നെ ഇത് മാങ്ങ മരം, പക്ഷേ മാങ്ങ പഴുക്കാറില്ല. പിന്നെ അതിന്റെ അനിയത്തി ഓടിയതായി ഏറെ കൈ പിടിച്ച് നിൽക്കുന്നുണ്ട്. ഫോട്ടോ എടുക്കാനാണെന്ന് തോന്നുന്നു. ഇത് വേറൊരു കൊയ്യാക്ക മരം, ഇതൊരു അടയ്ക്ക മരം. ഇവിടെ നിറയെ അടയ്ക്ക മരം ഉണ്ട്, കാണിച്ചു തരാം ഗൈസ്. ഇതാണെങ്കിൽ ഉണങ്ങി. ഇത് നെല്ലിക്ക മരം, ഇത് നിറയെ നെല്ലിക്കകൾ പൂക്കാറുണ്ട് ഗൈസ്. അത് നെല്ലിക്കയാണ്. പിന്നെ അടുത്തത് നാരങ്ങ. പിന്നെ ഗൈസ്, ഇതാണ് നാരങ്ങയുടെ ഇല. തൊടാൻ കിട്ടുന്നില്ല ഗൈസ്, തൊട്ടു. ഇതാണ് നമ്മുടെ നാരങ്ങയുടെ ഇല. നാരങ്ങയുടെ മരം പരിഞ്ഞു കിട്ടോ ഗായസേ. ഇവിടെ പിന്നെ ഒരു കവുങ്ങ് മരമുണ്ട്. ഈ കവുങ്ങ് മരം, പിന്നെ അവിടുത്തെ കവുങ്ങ് മരം ഒക്കെ ഉണ്ട്. ഇവിടെയാണെങ്കിൽ ഒരു തെങ്ങുണ്ട്. പിന്നെ ഇവിടെ തെങ്ങിന്റെ മേലേക്ക് ഒരു തേക്ക് മരം വീണിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ മഴ പെയ്തപ്പോഴായിരുന്നു. നമ്മുടെ റോബിക്കുട്ടൻ എന്തോ തപ്പി നടക്കുകയാണ്. ശരി, അവൻ തപ്പട്ടെ. ശരി, നമ്മൾക്ക് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി.